നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഇന്നത്തെ നേതാക്കന്മാരെല്ലാം സോളാർ ഇരയുടെ ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയവരാണ്. ഏകദേശം 90% നേതാക്കളും. അതിനു പിന്നാലെ പരാതിയുമായി പലരും വരുന്നു. സോളാർ ഇരയുടെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നും രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും പലപ്പോഴും പല വിഷയങ്ങളും അതിര് കടന്നു പോകുന്നു എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. അതിന് പിന്നാലെ രാഹുലിന്റെ കൂട്ടുകാരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ലൈംഗിക ആരോപണം പാലക്കാട് ഒരു കൗൺസിലറിനെ ചുറ്റിപ്പറ്റിയാണ്. അതും SC/ST അട്രോസിറ്റി പ്രകാരം കേസ് വരാകുന്ന വകുപ്പ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ കൂടെയുള്ള അയാളുടെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിലും മറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റ ഗ്യാങ്ങായി പെണ്ണുപിടിയായിരുന്നു എന്ന സംശയം പോലും തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമൊക്കെയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസുകാർക്ക് വീണ്ടും പാലക്കാട് തിരിച്ചടിയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുണ്ടായ കോൺഗ്രസിനുണ്ടായ ഡാമേജ് അതൊന്ന് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്ന് ഇല്ലാതാക്കാൻ വേണ്ടി, എങ്ങനെയെങ്കിലും ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പിഷാരടിയെ ഇറക്കി അങ്ങനെ പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന സമയത്താണ് വീണ്ടും ആരോപണം ഉണ്ടാകുന്നത്. ആരോപണം എന്ന് പറഞ്ഞുകൂടാ, ഇവരെല്ലാമായി, അതായത് MLA-യുമായി MP-യുമായും ഒക്കെ നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് ഈ പറയപ്പെടുന്ന കൗൺസിലർക്കെതിരെ പരാതി നൽകാതെ ഇരുന്നത് എന്ന അതിജീവിതയും പറയുന്നു. ഇവരുമായെല്ലാം നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണവും ഈ അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കോൺഗ്രസിന്റെ കൗൺസിലർ ഇപ്പോ അയാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കന്മാരാരും ഉണ്ടാകില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീണ്ടും അവിടെ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കാര്യമായി ഉന്നയിക്കാൻ, ഇത്രയും ദിവസം ഉന്നയിച്ച അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ നിന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയോ സ്ത്രീ വിമോചന പോരാളികളെയോ കാണാനില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. മറ്റേത് നേരത്തെ ഉണ്ടായിരുന്നത് CPM-ന് അനുകൂലമാക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയാൽ അത് BJP-ക്ക് അനുകൂലമാകുമെന്ന തിരിച്ചറിവാണ് ഈ പറയപ്പെടുന്ന സോകോൾഡ് ആക്ടിവിസ്റ്റുകളെ മിണ്ടാതിരിക്കുന്നത്. ഇവരുടെയൊക്കെ ആക്ടിവിസവും ഇവരുടെയൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കലും ഒക്കെ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. ഈ വിഷയം നടക്കുമ്പോൾ തന്നെ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും ഈ സ്ത്രീകൾ ആരും മെനക്കെട്ടില്ല. ആ അതിജീവിത പരസ്യമായി വന്ന് അവർ പല കാര്യങ്ങളും പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഇവരെല്ലാം മൗനത്തിലായിരുന്നു. ഇപ്പോൾ മൗനത്തിലാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിനെ അടിക്കാനുള്ള വടി എന്നതിനപ്പുറത്തേക്ക് അത് BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എന്നുള്ള ചിന്ത തന്നെയാണ്. പാലക്കാട് ഏറ്റവും ശക്തിയായ BJP-യുടെ നേതാവ്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുഖമായി നിൽക്കുന്ന, കേരളത്തിലെ സ്ത്രീകളെല്ലാം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമോ എന്ന് വിചാരിച്ചാണ് ഇടതുപക്ഷത്തു നിന്നുള്ള സൈബർ ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിമോചന പോരാളികളും ഒന്നും മിണ്ടാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിച്ചതുപോലെ അത്രയും അക്രമം ഈ കൗൺസിലർ നേരിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് ആശ്വാസമാണ്. കാരണം അയാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കരുതലോടെയുള്ള നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോഴാണ് ഇടതു വലത് മുന്നണികൾ തമ്മിൽ പ്രകടമായി തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വെളിവാകുന്നത്. ഏതായാലും കേരളത്തിലെ സ്ത്രീകൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് കിട്ടിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രചരണം നടത്തുകയും അവർക്ക് വേണ്ടി അവർ ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. പാലക്കാട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ ആരോപണ വിധേയരാകുമ്പോൾ തീർച്ചയായും അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ചുമതല അവിടുത്തെ വോട്ടർമാർക്കാണ്, അവിടുത്തെ ജനങ്ങൾക്കാണ്. തീർച്ചയായും അവിടുത്തെ സ്ത്രീകൾ ആത്മാഭിമാന ബോധമുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കണം. ഇനി ഇത്തരത്തിലുള്ള കോഴി നേതാക്കന്മാരെ ഇനി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന സന്ദേശം കൂടി നൽകുന്നതായിരിക്കണം എന്നതാണ് പറയാനുള്ളത്. ഏതായാലും കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായിക്കൊണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു, ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. ഒരു പാർട്ടി മുഴുവൻ ലൈംഗിക ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ ചർച്ചകൾ. നമുക്കറിയാം KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള എല്ലാവരും, ഹൈബി ഈഡൻ, അങ്ങനെ എല്ലാവരും ഏകദേശം എല്ലാവരും
സോളാർ ഇരയുടെ പറ്റുപിടിക്കാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് കുട്ടി നേതാക്കന്മാരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നാണ്.